ഇന്ത്യക്കാരടക്കമുള്ള വിദേശ പൗരന്മാർക്ക് യുഎസിലെ നാഷണൽ പാർക്കുകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇനി ഉയർന്ന പ്രവേശന ഫീസ് നൽകേണ്ടി വരും. നാഷണൽ പാർക്കുകളിലെ വിദേശ സഞ്ചാരികളുടെ പ്രവേശന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെയാണ് വർധന നിലവിൽ വരിക. നാഷണൽ പാർക്കുകൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന തുക മൂന്നിലൊന്നായി കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് വിദേശ സഞ്ചാരികളുടെ പ്രവേശന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം. ഇതുവഴി ലഭിക്കുന്ന അധിക തുക പാർക്കുകളുടെ സംരക്ഷണത്തിനും വൈകിയ അറ്റകുറ്റപ്പണികൾക്കും ഉപയോഗിക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ അറിയിപ്പ്. ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ യുഎസിലെ നാഷണൽ പാർക്കുകളിൽ പ്രവേശിക്കാൻ കൂടുതൽ പണം നൽകണം. പാർക്ക് സർവീസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഇന്റീരിയർ ഡിപ്പാർട്ട്മെന്റിനാണ് ഇത് നടപ്പാക്കാനുള്ള അധികാരം. ഫീസ് എത്രയാണെന്നോ എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നോ പറഞ്ഞിട്ടില്ല. ഏകദേശം 100 പാർക്കുകളിൽ മാത്രമേ ഇപ്പോൾ എൻട്രി ഫീസ് ഈടാക്കുന്നുള്ളൂ. പ്രവേശന ഫീസ് വർധനയെക്കുറിച്ച് വൈറ്റ് ഹൗസ് പറയുന്നത് ഇങ്ങനെയാണ്: വിദേശ വിനോദസഞ്ചാരികളിൽ നിന്ന് ഉയർന്ന പ്രവേശന ഫീസ് ഈടാക്കുന്നത് ലോകമെമ്പാടുമുള്ള ദേശീയ പാർക്കുകളിലെ സാധാരണ നയമാണ്. അതേസമയം US പൗരന്മാരുടെ നികുതി പണം പാർക്കുകൾക്ക് ഉപയോഗിക്കേണ്ടതിനാൽ അവർക്കാണ് മുൻഗണനയെന്നും വൈറ്റ് ഹൗസ് പറയുന്നു. വിദേശ സഞ്ചാരികളിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കുന്നതിലൂടെ ഓരോ വർഷവും ഏകദേശം $90 മില്യൺ അധിക വരുമാനം നേടാൻ കഴിയുമെന്നാണ് US കരുതുന്നത്. ഈ പണം പാർക്കുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കും. കൂടുതൽ പണം കിട്ടുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷിക്കാനും സന്ദർശകർക്ക് നല്ല അനുഭവം നൽകാനും കഴിയും. പ്രകൃതി വിഭവങ്ങളും ചരിത്രപരമായ സ്ഥലങ്ങളും സംരക്ഷിക്കുന്നതിലൂടെ പാർക്കുകൾക്ക് കൂടുതൽ ഭംഗി നൽകാനാകും. കൂടുതൽ ആളുകൾക്ക് വരാനും സൗകര്യങ്ങൾ ഉപയോഗിക്കാനും സാധിക്കും. തിരക്കുള്ള സമയങ്ങളിൽ അമേരിക്കക്കാർക്ക് പാർക്കുകളിൽ പ്രവേശിക്കാൻ മുൻഗണന നൽകാനാണ് തീരുമാനം. അമേരിക്കൻ പൗരന്മാർ നികുതി നൽകുന്നതിലൂടെ പാർക്കുകൾക്ക് പണം നൽകുന്നുണ്ട്. അതിനാൽ വിദേശികൾ കൂടുതൽ പണം നൽകുന്നത് ന്യായമാണെന്ന് ട്രംപ് ഭരണകൂടം പറയുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ നാഷണൽ പാർക്ക് സർവീസിനുള്ള ബജറ്റിൽ $1 ബില്യൺ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1/3 കൂടുതൽ കുറവാണ്. അതേസമയം യുഎസിലെ പാർക്കുകളിൽ സ്ഥിരം ജീവനക്കാരുടെ എണ്ണം 24% കുറഞ്ഞു. വാഗ്ദാനം ചെയ്ത 8000 താൽക്കാലിക ജീവനക്കാരിൽ 4500 പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. ജീവനക്കാർ കുറഞ്ഞത് കാരണം പല പാർക്കുകളും അടച്ചിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇതിനിടെയും കഴിഞ്ഞ വർഷം 33 കോടി ആളുകൾ പാർക്കുകൾ സന്ദർശിച്ചു. ഇത് റെക്കോർഡാണ്. അമേരിക്കയിലെ നാഷണൽ പാർക്കുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രകൃതി സംരക്ഷണത്തിനും ഒരുപോലെ പ്രധാനമാണ്. 2023 32 കോടി ആളുകൾ പാർക്കുകൾ സന്ദർശിച്ചപ്പോൾ ഇത് $55 ബില്യൺ സാമ്പത്തിക നേട്ടവും 4,15,000 തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു. അമേരിക്കയിലാകെ 429 നാഷണൽ പാർക്കുകളുണ്ട്. 85 മില്യൺ ഏക്കറിലാണ് പാർക്കുകൾ വ്യാപിച്ചു കിടക്കുന്നത്. ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയ്ൻസ് നാഷണൽ പാർക്കാണ് വരുമാനത്തിൽ മുന്നിൽ. ഇവിടെ നിന്ന് 2023 ഏകദേശം $2.19 ബില്യൺ വരുമാനം ലഭിച്ചു. ഗോൾഡൻ ഗേറ്റ്, ബ്ലൂ റിഡ്ജ് പാർക്ക്വേ, ഗ്രാൻഡ് കാന്യൻ, ഗ്രാൻഡ് ടെറ്റൻ തുടങ്ങിയ പാർക്കുകളും പ്രധാന വരുമാന സ്രോതസ്സുകളാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.